അനുഗ്രഹീതമായ നല്ല സമയത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം വെളിപ്പെടേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കാം. സ്തോത്രം. ഞാൻ പ്രാർത്ഥനയോട് കൂടെ ആയിരുന്നു. വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. ദൈവം അനേക കാലങ്ങളായി എൻ്റെ അകത്ത് തന്നിരിക്കുന്ന ഒരു വെളിപ്പാടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ പ്രസംഗിക്കുന്നത്. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും ആക്കിയെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഞാനിങ്ങനെ വചനം വായിക്കുമ്പോൾ എന്നോട് സംസാരിച്ചു. 2 കാര്യങ്ങളാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്ന്, തോട്ടത്തിൽ വേല ചെയ്യാനും, 2 കാപ്പാനും. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ തോട്ടമാണ്. നമ്മൾ ഭൂമിയിലോട്ട് വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകത്തുമില്ല. കർത്താവ് കാഹളം ഊതുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രധാനികളെ ആദ്യവും രണ്ടാമത്തവരെ പിന്നെയും ഒന്നുമില്ല കാഹളത്തിലെടുക്കുന്നത്. കാഹളം ഊതുമ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ല, എല്ലാവരും കണ്ണിമിക്കുന്ന ഒരു നേരത്തിൽ പറന്നു വരുന്ന ബൈബിൾ പറയുന്നത്. നമ്മൾ ഇപ്പോഴത്തെ സഭകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പൈസക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകും. അവർക്ക് ഇരിക്കാനുള്ള കസാരയും അവർക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. ഈ ഭൂമിയിലെ സകലത്തിന് മുഖപക്ഷമുള്ളപ്പോൾ ദൈവത്തിൻ്റെ തോട്ടത്തിൽ ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് മുഖപക്ഷമില്ല. ഇവിടെ ബൈബിൾ പറയുകയാണ്, സ്തോത്രം, ഇന്ന് പകൽക്കാലം എന്നാൽ ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ തോട്ടത്തിൽ ദൈവം മുഖപക്ഷമില്ലാതെ നമ്മളെ ഓരോരുത്തരെയും ഓരോ വേല ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വേല ഭംഗിയോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വേലയിൽ വളരെ സക്സസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തോട്ടത്തിൻ്റെ അകത്ത് നമുക്ക് വിടുതലുണ്ട്. ഇവിടെ പറയുകയാണ്, സ്തോത്രം, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഞാനൊരു പ്രവചനം പറയട്ടെ. നിങ്ങളുടെ ദൈവം ഈ ദിവസങ്ങളിൽ തോട്ടത്തിൽ സക്സസ് ആയി വേല ചെയ്യുവാൻ, തോട്ടത്തിൽ സക്സസ് ആയ ഫ്രൂട്ട് ഉണ്ടാകുവാൻ ദൈവം ചിലരെ തിരഞ്ഞെടുത്തിരിക്കുക. അടുത്ത വാക്യം 10-ാം വാക്യം. ഉൽപ്പത്തി 2:10 ഒരു വാക്യമുണ്ട്. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു, അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. തോട്ടം നനപ്പാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് ഒരു നദി പുറപ്പെടാൻ പോകുക. ദൈവ സാന്നിധ്യമുള്ള തോട്ടത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകി വരും. ഇന്ന് രാവിലെ മീറ്റിങ്ങിന് കയറി ദൈവത്തിന്റെ പൈലെ ഒരു ശക്തിയേറിയ ആത്മപ്രവാഹം ഇതിന്റെ മധ്യേ കൂടെ ഒഴുക്കാൻ പോകുക. ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ, തോട്ടത്തിൽ എൻ്റെ വേല എന്നാ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ വേല എന്നാ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എനിക്കൊരു വചനം കാണിച്ചു തന്നു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 7-ാം വാക്യം. ലൂക്കോസ് 13:7. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിന് വെട്ടിക്കളക, അതിന് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്ത്? അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളും ഈ ആണ്ടും കൂടെ അത് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വചനത്തിൽ കൂടെ സംസാരിച്ചൊരു കാര്യം ഞാൻ പറയട്ടെ. ചിലർ പറയാറുണ്ട്, ഞാൻ ഒരുപാട് വർഷമായി പെന്തക്കോസിൽ വന്നിട്ട്, ഒരുപാട് വർഷമായി ഞാൻ, സ്തോത്രം, വൃക്ഷം പോലെ നിൽക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല. അപ്പോൾ ബൈബിൾ പറയുന്നു, അവൻ അടുത്ത ഒരു കിളക്കലും കൂടി നടക്കാൻ പോകുക എന്ന് വെച്ചാൽ അതിനെ കിളച്ചൊന്ന് വളവിടാൻ പോകുക. ചിലതിനോട് ദൈവാത്മാ അറിയുന്നു, ഈ ദിവസങ്ങൾ നിന്നിൽ ഫ്രൂട്ട് കണ്ടില്ലെങ്കിലും, സ്തോത്രം, നിന്നെ ഒന്ന് ദൈവം റീസെറ്റ് ചെയ്യാൻ പോകുക. എന്തിനാണെന്നറിയാമോ? തോട്ടത്തിൽ നിന്നിൽ കൂടെ ചില ഫലം വെളിപ്പെടുത്തുവാൻ. ചിലതിനെ ദൈവം പണിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവാത്മാ ദൂത് പറയുന്നു, ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ കൂടെ ചിലതിനെയൊക്കെ കിളച്ച്, ചിലതിനൊക്കെ വളമിട്ട്, ചിലരെയൊക്കെ അടുത്ത ലെവലിലോട്ട് ഉയർത്തേണ്ടതിന് ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ഏദനിൽ യഹോവയായ ദൈവം പറഞ്ഞത്, തോട്ടത്തിൽ ചില വേല നടക്കാൻ പോകുക, നിന്റെ ഭവനത്തിൽ ചില വേല നടക്കാൻ പോകുക, നിന്റെ സഭയ്ക്കകത്ത് ചില വേല നടക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം ഈ ദൂത് ഏറ്റെടുത്തോ. ഈ മീറ്റിംഗ് കഴിയുമ്പോഴേക്കും ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങാൻ പോകുന്നു. 3 സംവത്സരമായി ഫലമില്ല. കഴിഞ്ഞ 10 വർഷമായി പ്രാർത്ഥിക്കുന്നു, ഫലമില്ല. മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ഒന്ന് അവർ വളരാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, റിസൾട്ട് ഇല്ല. ബിസിനസ്സിൽ ജീവിതത്തിൽ വിടുതലില്ല, കുടുംബ ജീവിതത്തിൽ സമാധാനമില്ല. ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി ദൈവം പ്രവചിച്ചു കൊണ്ട് പറയുക, നിന്നെ ഒന്ന് ദൈവം അടിമുടി മാറ്റാൻ പോകുന്നു. നിന്നെ കിളച്ച്, നിനക്ക് വളമിട്ട്, തോട്ടത്തിൽ ഏറ്റവും നല്ല ഫ്രൂട്ടുള്ള വൃക്ഷമായി മാറത്തക്ക വിധത്തിൽ ചിലതിന്റെ ജീവിതത്തെ ദൈവം മാറ്റാൻ പോകുക.
ഇന്ന് പകൽക്കാലം മറ്റുള്ളവരോട് സാക്ഷ്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൂട്ട് വേണമല്ലേ? ഇന്ന് പകൽക്കാലം ചിലർ സാക്ഷ്യം പറയാൻ പോകുക. ദൈവം തന്ന വിടുതലിനെ കുറിച്ച് വിശ്വാസത്തോടുകൂടെ ഏറ്റെടുത്തോ. നീ ഒന്നും ശൂന്യമായ കൈയോടുകൂടിയാണ് ഇന്ന് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ദൈവാത്മാ പറയുന്ന സൂപ്പർ നാച്ചുറലായി ദൈവത്തിന്റെ വഴി നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുക. നിന്റെ ഫ്രൂട്ട് മറ്റുള്ളവർ കാണത്തക്ക വിധത്തിൽ നീ ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. സ്തോത്രം. പലരുടെയും തോട്ടത്തിലെ വേല നിന്നുപോയി. എന്നാൽ ദൈവത്തിന്റെ ആഗ്രഹം എന്തെന്നറിയാമോ? വേല നടക്കണമെന്ന്. ഇന്നത്തെ മീറ്റിംഗിൽ കൂടെ ദൈവാത്മാവ് പറയുന്നത് നിന്നുപോയ വേലകൾ, ദൈവത്തിന്റെ ആത്മാവ് നിന്നുപോയ വേലകൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ, മടുത്തുപോയ സുവിശേഷ പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് ദിവസങ്ങൾ വഴികൾ തുറക്കാൻ പോകുക. സ്തോത്രം. യോഹന്നാൻ 15:1 പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിട്ട് പറയാം, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഇന്ന് പകൽക്കാലം ചിലതിനൊക്കെ ചെത്താൻ പോകുക ദൈവാത്മാവ്. ഫ്രൂട്ട് കായ്ക്കേണ്ടതിന്, സഭയ്ക്കകത്ത് ഏറ്റവും ഫലമുള്ളവനായി മാറേണ്ടതിന്, ദൈവരാജ്യത്തിന്റെ ഏറ്റവും പ്രയോജനമുള്ളവനായി മാറേണ്ടതിന് ദൈവം ചിലതിനെ ചെത്തിക്കൊണ്ടിരിക്കുക ദിവസങ്ങളിൽ. നിങ്ങൾ കാണും ചിലതിനൊക്കെ ദൈവം നീക്കിക്കളയുന്നത്, ചിലതിനൊക്കെ ദൈവം സുവിശേഷ വായിൽ നിന്ന് എടുത്തു കളയുന്നത് നിങ്ങൾ കാണും. എന്നാൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ചിലതിനെ ദൈവം ഈ ദിവസങ്ങളിൽ അധികം ഫലം കഴിക്കുന്ന ചെത്താൻ പോകുക. മറുതലിക്കുന്ന ശൗലന്മാർ മാറിപ്പോകുമ്പോൾ കരയുന്ന ദാവീദുമാർ എഴുന്നേക്കാൻ പോകുക. യോസേഫിന്റെ ചേട്ടന്മാർ മാറിപ്പോകുമ്പോൾ യോസേഫ് രാജസ്ഥാനത്ത് എത്താൻ പോകുക. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, അനേകർ മാറുന്നത് കണ്ട് നീ ഭാരപ്പെടണ്ട. നിന്നെ ദൈവം ആ പൊസിഷനിലോട്ട് നിന്നെ ദൈവം ഷിഫ്റ്റ് ചെയ്യാൻ പോകുക. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. എത്രയൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായി? എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ, എന്നെ വിട്ടുമാറുന്നവരൊക്കെയും ഞാൻ നീക്കിക്കളയുമ്പോൾ കായ്ക്കുന്നതിനൊക്കെയും ഞാൻ അധികം ചെത്തി വെടിപ്പാക്കും. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ ദൈവം വിളിച്ചത് തകരാനല്ല, നിന്നെ ദൈവം വിളിച്ചത് അനുഗ്രഹിക്കപ്പെടാനാ. ദൈവകോപമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ദൈവകോപം. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ, കർത്താവേ എന്നെ ഒന്ന് ചെത്തി വെടിപ്പാക്കണമേ. അധികം ഫലം കായ്ക്കേണ്ടതിന്, എന്നെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുത്തേണ്ടതിന്, എൻ്റെ ഭൗതികത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ദൈവാത്മാവേ എന്നെ ചെത്തി വെടിപ്പാക്കണമേ. എൻ്റെ അകത്ത് അശുദ്ധിയൊക്കെയും എടുത്തു കളഞ്ഞ് അങ്ങേക്ക് മാനപാത്രമായി എന്നെ പണിയണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സ്തോത്രം, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ല. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഈ വചനമൊക്കെ പ്രസംഗിക്കുന്ന ഒരു 3 പ്രസംഗം നന്നായി പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ സാധാരണ ഒരു അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നും ഞാൻ എന്തോ ഒരു സംഭവമാണെന്ന്. അപ്പോൾ സ്തോത്രം, അടുത്ത പ്രസംഗം അങ്ങോട്ട് കൊളാകുമ്പോൾ മനസ്സിലാകും യേശു എന്നിൽ നിന്ന് മാറിപ്പോയി എന്ന് ഓർക്കണം. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇന്ന് പലർക്കും നിങ്ങളുടെ സാമ്പത്തികം അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ, നിങ്ങളുടെ മക്കൾ ഉയർച്ച പ്രാപിക്കുന്നെങ്കിൽ തോട്ടത്തിൽ ഒരു പരിശുദ്ധനുള്ളത് കൊണ്ടാ. നിന്റെ തോട്ടത്തിൽ ഒരു പരിശുദ്ധനുള്ളത് കൊണ്ടാണ് നിന്റെ ഭവനത്തിന്റെ അകത്ത് സമാധാനം. നിന്റെ തോട്ടത്തിൽ പരിശുദ്ധനുള്ളത് കൊണ്ടാണ് നിന്റെ സഭയ്ക്കകത്തൊരു വളർച്ച. ഇന്ന് പകൽക്കാലം നമുക്ക് പറയാം, കർത്താവേ എന്റെ കഴിവല്ല, അങ്ങയുടെ കരുണയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാവീദ് പറഞ്ഞതുപോലെ ചിലർ ഇവിടെ പറയാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നത് എനിക്കറിയത്തില്ല. എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. സ്തോത്രം. കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക. നിങ്ങൾ പറയാൻ പോകുന്നത്, സ്തോത്രം, നിങ്ങൾക്ക് ഫലമില്ലാത്തതിനാലല്ല, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ. ഇന്ന് അങ്ങനെ ചില വിടുതലുകൾ ചില കുടുംബങ്ങളുടെ മേൽ ദൈവം പകരാൻ പോകുക. ചിലരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയേറിയ ഫലങ്ങൾ വെളിപ്പെടുത്താൻ പോകുന്നു. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ എല്ലാവരും കളിയാക്കി. എന്നാണെന്നറിയുമോ? നീ പണ്ട് വലിയ രോഗികളെ സൗഖ്യമാക്കിയതല്ലേ, ഭയങ്കര പ്രവാചകനായിരുന്നില്ലേ, ഭൂതങ്ങളൊക്കെ ഭയങ്കര പുറത്താക്കിയതല്ലേ, നിനക്ക് പറ്റുമെങ്കിൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. ഞാനെങ്ങാനായിരുന്നു ക്രൂശിലെങ്കിൽ അപ്പം ഇറങ്ങി വന്നേനെ. സ്തോത്രം. അതുകൊണ്ടാ സ്തോത്രം. അല്ലെ, യേശു ഇറങ്ങി വന്നില്ല. യേശു അവിടെ തന്നെ കിടന്നു, നമുക്ക് വേണ്ടി അവിടെ തന്നെ കിടന്നു, വേദന സഹിച്ചുകൊണ്ട് കിടന്നു. വേണമെങ്കിൽ യേശുവിന് വെളിയിലോട്ട് ഇറങ്ങി വരാമായിരുന്നു. കടലിന്റെ മീതെ നടന്നവന്, സ്തോത്രം, രോഗികളെ സൗഖ്യമാക്കിയവന്, ലാസറിനെ ഉയർപ്പിച്ചവന് വരാനൊക്കത്തില്ലയോ? പക്ഷെ നമ്മളെ ഓർത്ത് യേശു അവിടെ കിടന്നു. നിന്നെ നോക്കി ആരൊക്കെയോ പറയുന്നുണ്ടല്ലോ, നീ എന്താ നന്നാകാത്തത്, പ്രാർത്ഥിച്ചെന്താ വിടുതല കിട്ടാത്തത്? അവന്റെ മുൻപിൽ നീ ഒന്നും കാണിക്കാൻ പോകണ്ട. ദൈവം ചിലത് കാണിക്കാൻ പോകുക.
യേശു സ്തോത്രം 2000 വർഷങ്ങൾക്ക് മുമ്പേ ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. 2024 ഒരു ശനിയാഴ്ച ദിവസം അറിയ എൻ്റെ മക്കളുടെ വിടുതലിന് വേണ്ടി ഞാനിവിടെ കിടന്നേ പറ്റത്തുള്ളൂ. ഇന്ന് പലർക്കും എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് പലർക്കും നമുക്ക് വേണ്ടി ആരൊക്കെ വേദന സഹിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ പ്രാർത്ഥനയോട് കൂടി ഇരിക്കുന്നത്. നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കൾ, നിനക്ക് വേണ്ടി കരഞ്ഞ സഭ, ഇന്ന് പല ദൈവാത്മാവ് ദൂത് പറയുകയാണ്. ആരുടെയൊക്കെയോ വേദനകളും കണ്ണുനീരുകളും ചിലതിനൊരു അനുഗ്രഹമായി മാറാൻ പോകുക. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ എല്ലാവരും പരിഹസിച്ചു. റിസൾട്ട് ഇല്ലാലോ, നന്മയില്ലാലോ, ഞായറാഴ്ച പള്ളി കറുത്ത ബൈൻഡിട്ട ബൈബിൾ എടുത്തുകൊണ്ട് പോകും, നിന്നെ കൊണ്ട് വല്ലതും നടക്കുവോ? ഇന്ന് ഞാൻ ഒരു ദൂത് പറയട്ടെ, നിന്നെ കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നത് നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് പോലെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടത്തില്ല. ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നു. ഒരു ദൈവദാസൻ സ്തോത്രം, അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നതും അദ്ദേഹം പ്രാർത്ഥിക്കുന്നതും കണ്ണട വെച്ചോണ്ടാ. അപ്പൊ അത് ആളുകൾ അദ്ദേഹത്തെ പരിഹസിച്ച് പറഞ്ഞൊരു പദമുണ്ട്, ആദ്യം സ്വന്തം കണ്ണിന് കാഴ്ച വരുത്തിയിട്ട് പോരെ അന്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതെ, യേശു ക്രൂശിൽ കിടക്കുമ്പോൾ യേശുവിനെ പരിഹസിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പകൽക്കാലം നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയുക. വിക്കനായ മോശയെ നോക്കി ലോകം പരിഹസിച്ചു. ഇവൻ എങ്ങനെ സഭയെ നയിക്കും? ഇവൻ എങ്ങനെ വിക്കിക്കൊണ്ട് രാജാവിനോട് സംസാരിക്കും? എന്ന് ദൈവം പറഞ്ഞ, മോശേ, വിക്കനെ സൃഷ്ടിച്ചവനാണ് ഞാൻ, കുരുടനെയും ചെകിടനെ സൃഷ്ടിച്ചവൻ ഞാൻ തന്നെയാ. അതുകൊണ്ട് നീ ചെല്ലുക, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ദൈവാത്മാവ് ദൂത് പറയും, നിന്റെ ബലഹീനത നോക്കി, നിന്റെ കഴിവില്ലായ്മ നോക്കി തോട്ടത്തിൽ നീ വേല ചെയ്യാതിരിക്കണ്ട. നിന്നെ കൊണ്ട് ആർക്കും സാധിക്കാത്ത ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ പോകുന്നു. ചിലതിനൊക്കെ നീക്കിക്കളയും, ചിലതിനൊക്കെ ഉറപ്പിക്കും. അത് നിങ്ങൾ കാണാൻ പോകുക. ഇവിടെ പറയുകയാണ് സ്തോത്രം, കാട്ടലുവായ നമ്മെ ദൈവം നാട്ടൊലുവോട് ചേർത്തൊട്ടിച്ചു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ചെറിയ പ്രായം മുതൽ ശക്തമായി ദൈവത്തിന്റെ വേലയിലേക്ക് ഇറങ്ങാൻ വേണ്ടി എന്നെ ഇങ്ങനെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിലും വലിയ രീതിയിൽ ഞാൻ ദൈവവേല ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പാസ്റ്റർമാരുടെ പെട്ടി പിടിച്ച് വർഷങ്ങൾ അവരുടെ കൂടെ നടന്നു. അവർ തരുന്ന 10 മിനിറ്റുകൾ പ്രസംഗിച്ചു. സ്തോത്രം. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവസ്ഥകൾക്ക് ഒരു വ്യത്യാസം വന്നു. തോട്ടത്തിൽ റിസൾട്ട് ഇല്ലെന്ന് തോന്നിയാലും നീ പ്രാർത്ഥന നിർത്തണ്ട കേട്ടോ. ഒരു ദിവസമുണ്ട് നിന്റെ ജീവിതത്തിൽ സമൃദ്ധി വരുന്നൊരു ദിവസം, നിന്റെ ജീവിതത്തിൽ ഉയർച്ച വരുന്നൊരു ദിവസം. ഇന്നത്തെ സിറ്റുവേഷൻ എത്ര മോശമാണെങ്കിലും ദൈവാത്മാവ് പറയുന്നു, നീ നിരാശപ്പെടണ്ട. നിന്റെ അവസ്ഥകൾ മാറുന്നത് നീ മാത്രമല്ല, ലോകം കാണാൻ പോകുക. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വിടിയിരിക്കുന്ന ചിലതിൻ്റെ മേൽ ചില കൃപാവരങ്ങൾ പകരാൻ പോകുക. ദൂത് ഏറ്റെടുത്തോ. ഇന്നത്തെ മീറ്റിംഗ് സാധാരണമാണെന്ന് തോന്നിയാലും അസാധാരണമായിരിക്കുന്ന ദൈവശക്തി ചിലതിന് മേൽ കടന്നു വരാൻ പോകുക. അന്നെൻ്റെ മേൽ ശക്തിയൊരു ആത്മപ്രവാഹം വന്നു. ഇന്നത്തെ മീറ്റിംഗിൽ വരുന്ന ആത്മപ്രവാഹം ചിലതിന് അടുത്ത ലെവലിലോട്ട് ഉയർത്താൻ പോകുക. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചില മാതാക്കളുടെ മക്കൾ ദൈവത്തിന്റെ വേലയിലോട്ട് കാലെടുത്ത് വെക്കുന്നത് പോലെ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. വിശ്വസിച്ചോ? സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ചില പിന്മാറ്റക്കാർ ദൈവസ്ഥലം മുട്ടുമടക്കുന്നത് പോലെ, ദൈവവേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നത് പോലെ ദൈവം ചിലതിനെ ആത്മാവിനെ നിറക്കാൻ പോകുക. ഇവിടെ മാതാക്കൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ആത്മശക്തി ചിലതിന്റെ മുകളിലോട്ട് അടിക്കുക. അപ്പോൾ ഈ തോട്ടത്തിൽ ഇന്ന് പകൽക്കാലം ചിലത് വളരാൻ പോകുക. പിന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചൊരു കാര്യം ഞാൻ പറയാം. മത്തായി 26:36. അനന്തരം യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ ഇവിടെ പോയി വരുവോളും പ്രാർത്ഥിച്ചു വരുവോളും ഇവിടെ ഇരിപ്പിനെന്ന് പറഞ്ഞു. ഇന്ന് പലർക്കും ഞാനൊരു ദൂത് പറയട്ടെ. സ്തോത്രം. പത്രോസിനെയും സെബെദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്ന് പറഞ്ഞാൽ തോട്ടത്തിന്റെ അകത്ത് വ്യാകുലപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ സൂം മീറ്റിംഗിന്റെ അകത്ത് വ്യാകുലതയോടെ പ്രാർത്ഥനയോടെ കടന്നു വന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം ഈ ദിവസങ്ങൾ ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടുത്താൻ പോകുക. ഉയർപ്പിന്റെ ശക്തി, സ്തോത്രം, ചില തകർന്ന കുടുംബങ്ങളിൽ വ്യാപരിക്കാൻ പോകുക. ഉയർപ്പിന്റെ ശക്തി ചില സഭകൾക്കകത്ത് വ്യാപരിക്കാൻ പോകുക. ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും കരയുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്നത്തെ മീറ്റിംഗിൽ കൂടെ ചിലതിന്റെ ഭവനം ദൈവാത്മാവിന്റെ ശക്തിയിൽ ഉയർക്കാൻ പോകുന്നു. യേശുവിന്റെ അവസാനമാണെന്ന് ലോകം കരുതി. യേശു ഇതോടുകൂടെ തീർന്നെന്ന് ലോകം കരുതി. ശിഷ്യന്മാർ വ്യാകുലപ്പെട്ടു. ഇന്ന് പകൽക്കൽ അങ്ങനെ ആരെങ്കിലും വ്യാകുലപ്പെട്ട് വന്നിട്ടുണ്ടോ? കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ വന്നിട്ടുണ്ടോ? സ്തോത്രം. നിന്നെ പിടിക്കാൻ ഒരു കൂട്ടം പടയാളികൾ ചുറ്റിലും നിന്നാലും ഓർത്തോ, സ്തോത്രം, നീ തോക്കത്തില്ല, നീ ജയിക്കാൻ പോകുകയാ. സ്തോത്രം. നീ തോക്കത്തില്ല, നീ ജയിക്കാൻ പോകുക. ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയുക. തോറ്റു തോൽവിയുടെ വക്കത്ത് നിൽക്കുന്നെന്ന് തോന്നിയാലും അവിടെ നിന്ന് നിന്നെ ഉയർപ്പിക്കുന്ന ഒരു ദൈവശക്തി ചിലതിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. പല വ്യക്തികളും പ്രാർത്ഥിച്ച് മറുപടിയുടെ വിഷയങ്ങൾ എന്നെ വിളിച്ചു പറയും.
അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ. ദൈവം പ്രവർത്തിക്കാതെ ഒന്നും നടക്കത്തില്ലല്ലോ. സ്തോത്രം. ഒരിക്കലും നടക്കത്തില്ലെന്ന് കരുതിയ, തീരുമെന്ന് കരുതിയ കേസുകൾ സ്വർഗം ചെയ്യുന്നത് കാണുമെന്ന് ഇവിടെയാക്കുന്നു. ഇന്ന് പലർക്കും ഞാനൊരു ദൂത് പറയട്ടെ. അങ്ങനെ വളർന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രതീക്ഷ തീർന്നിട്ടില്ല. ഇവിടെ ഇതാ ഒരു 3-ാം ദിവസത്തെ ഉയർപ്പ് നടക്കും. വ്യാകുലപ്പെട്ടും ദുഃഖത്തോടെയും കടന്നു വന്ന ദൈവത്തിന്റെ പൈതലേ, ഒരു 3-ാം ദിവസം നീ ഉയർക്കാൻ പോകുക. ഏതൊക്കെ കള്ളറകളിട്ട്, ഏതൊക്കെ ഗവൺമെന്റ് പൂട്ടിയാലും, വിസ കിട്ടത്തില്ലെന്ന് പറഞ്ഞാലും ദൈവാത്മാ പറയുന്നു, ദൈവം നിന്റെ വിസയെ ദൈവം പ്രോസസ് ചെയ്യാൻ പോകുക. ദൈവം നിന്റെ PR-നെ പ്രോസസ് ചെയ്യാൻ പോകുക. നിന്റെ ഭവനത്തിൽ, നിന്റെ ഭാവിയിൽ ദൈവത്തിന്റെ വലിയ കരുതൽ വെളിപ്പെടാൻ പോകുന്നു. സ്തോത്രം. ആദമിനോട് പറഞ്ഞു, ആദമേ, തോട്ടത്തിൽ വേല ചെയ്യണം. അതൊരു സാധാരണ വേലയല്ല, അസാധാരണമായ വേലയാണ്. 2 തീമോഥെയോസ് 2:20-21 വന്നാൽ സാധിക്കണം. എന്നാൽ ഒരു വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാനകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവന് വിശുദ്ധവും ഉടമസ്ഥന ഉപയോഗവുമായി നല്ല വേലയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നല്ല വേലയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം. അപ്പം മാനപാത്രങ്ങളുണ്ട്, ഹീനപാത്രങ്ങളുമുണ്ട്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് മാനപാത്രമാവാനാ. സ്തോത്രം. അടുക്കളക്കകത്ത് അടുപ്പയിൽ വെച്ച് കരിഞ്ഞ പാത്രം ആരും ഡൈനിങ് ടേബിളിന്റെ മുകളിൽ കൊണ്ടക്കത്തില്ല. ആ പാത്രത്തെ ആരും കാണത്തില്ല. ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന സ്തോത്രം പാത്രമോ ബക്കറ്റോ ഞങ്ങൾ സെൻട്രലിലെ ബെഡ്റൂമിലോ കൊണ്ടുവരത്തില്ല. ഓരോ പാത്രങ്ങൾ ഓരോ ആവശ്യത്തിനുവേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ ബൈബിൾ പറയുന്നു, മാനപാത്രവുമുണ്ട്, ഹീനപാത്രവുമുണ്ട്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ വല്ല ഹീനപാത്രമായിട്ടല്ല ദൈവം വിളിച്ചത്. നല്ല വേല ചെയ്യുവാൻ, നല്ല മാനിക്കപ്പെടുവാൻ, മാനപാത്രമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവൈദ്യരായ ദൈവം നിങ്ങൾ വിളിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മാനപാത്രമാവാൻ ഞാൻ എന്നാ ചെയ്യണം? അതിലെ വെണ്ടക്ക അക്ഷരത്തിൽ 21-ാം വാക്യം പറയുന്നത്, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥനും ഉപയോഗവുമായി. അങ്ങനെയാണെങ്കിൽ ചിലതൊക്കെ നമ്മൾ വിട്ടുകളയാൻ തയ്യാറായാൽ, ചിലതൊക്കെ നമ്മുടെ ജഡമോഹങ്ങൾ, കൺമോഹങ്ങൾ, ജീവനത്തിന്റെ പ്രതാപങ്ങൾ, ജീവിതത്തിലെ മറ്റു പല ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊക്കെ വിട്ടകലുവാൻ തയ്യാറായാൽ, നീ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗിക്കാൻ പര്യാപ്തമായ മാനപാത്രമാകും. അപ്പോൾ ഓർത്തോണം, ഏതെങ്കിലും ഒരു മാനപാത്രത്തെ നിങ്ങൾ കണ്ട മനസ്സിലാക്കിക്കോണം, അവന് ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ശമൂവേൽ പ്രവാചകൻ സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ശുശ്രൂഷയാ. എന്നാൽ സ്തോത്രം, ശമൂവേലിനോട് നമുക്ക് ചോദിച്ച് ശമൂവേൽ പറയും, എൻ്റെ അമ്മ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. അതേ സമയത്ത് കരയാത്തൊരു പെനീയുടെ മക്കൾ എങ്ങും എത്തിയില്ല. ഇന്ന് പകൽക്കാലം ഒരു ദൂത് പറയാം, പ്രാർത്ഥനാ റൂമിൽ നീ കരഞ്ഞാൽ അത് നിന്റെ തലമുറകൾക്ക് ഒരു അനുഗ്രഹമാണ്. പ്രാർത്ഥനാ റൂമിൽ നീ കരയുന്ന കണ്ണുനീർ നിന്റെ കണ്ണിൽ നിന്ന് വറ്റിപ്പോയാലും ദൈവം അതിന് കണക്കിടാൻ പോകുക. ഈ ദിവസങ്ങളിൽ ചില മാനപാത്രങ്ങൾ വരേണ്ടതിന് എന്താണെന്നറിയാമോ? ചിലത് അപ്പുറത്തു നിന്ന് ഞെരുകുന്ന കരയുന്ന ചില വ്യക്തികൾ, ചില മാതാക്കൾ ദൈവാത്മാവ് കാണുന്നു. ഒരു യോഹന്നാൻ പ്രവചിച്ചു കൊണ്ട് കയറുമ്പോൾ ആളുകൾ ചോദിച്ചു, എന്നാ രഹസ്യം? അപ്പോൾ പറയും, ആലയത്തിന്റെ അകത്ത്, ധൂപപീഠത്തിന്റെ അകത്ത് സെഖരിയ പുരോഹിതൻ വർഷങ്ങളായി ധൂപം കത്തിച്ചും പ്രാർത്ഥിച്ചും പോന്നു. എലിസബത്ത് നിന്ന അനുഭവിച്ചു. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർത്തോ, നീ ഇന്ന് നിന്ന അനുഭവിക്കുന്നെങ്കിൽ, ദുഃഖം അനുഭവിക്കുന്നെങ്കിൽ, ഒരു യോഹന്നാൻ വെളിപ്പെടാൻ പോകുന്നു. ഹന്നെ, നീ ഇന്ന് കരയുന്നെങ്കിൽ ഒരു ശമൂവേൽ വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് പകൽ ഏലിയാവെ, നീ കരയുന്നെങ്കിൽ നിനക്ക് ശേഷം ഒരു ഏലീശ വെളിപ്പെടാൻ പോകുക. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്തോത്രം, ബൈബിൾ പറഞ്ഞ ചിലത് മാനപാത്രമായി മാറാൻ പോകുന്നു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, 1 കൊരിന്ത്യ ലേഖനത്തിൽ 3:9, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. അങ്ങനെയാണെങ്കിൽ ഒരു പണി നടന്നുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ കൃഷിയായി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണമായി, ദൈവത്തിന്റെ ആത്മാവ് ചിലതിനെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ കറിയാണ്, ദൈവത്തിന്റെ തോട്ടത്തിൽ വേല ചെയ്യാനും 2 കാപ്പാനുമാക്കി. കാക്കുക, തോട്ടത്തെ കാക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 11:21 പറയുന്നു, ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ചിലതൊക്കെ കാക്കുവാൻ, യേശുവിന്റെ നാമത്തിൽ ചിലതൊക്കെ കാക്കുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുക. നിന്റെ ഭവനത്തെ കാക്കുവാൻ, നിന്റെ സഭയെ കാക്കുവാൻ, ബലത്തോടുകൂടെ, അഭിഷേകത്തോടുകൂടെ ചിലത് എഴുന്നേൽക്കട്ടെ. ഇല്ലാത്തവൻ അരമന കാക്കുമ്പോൾ ശത്രു വന്നെല്ലാം അടിച്ചുകൊണ്ട് പോകും. ഇന്ന് പകൽക്കാലം സ്തോത്രം, നിന്റെ ഭവനത്തിലുള്ളത്, നിന്റെ നന്മയെ അടിച്ചു കൊണ്ടുപോകുവാൻ ഒരു ശത്രുവിന് സാധിക്കാത്ത വിധത്തിലൊരു ബലം ഇന്ന് വ്യാപരിക്കാൻ പോകുക.
ബലത്തോടുകൂടെ നിന്റെ അരമന കാക്കാൻ നീ തയ്യാറായിക്കോ. സ്തോത്രം. നിന്റെ ദേശത്തെ കാക്കാൻ നീ തയ്യാറായിക്കോ. ഇന്ന് നിന്റെ ജോലിയെ നഷ്ടപ്പെടുത്തി കളയുവാൻ ശത്രു വെല്ലുവിളിക്കുമ്പോൾ, നിന്റെ കുടുംബത്തെ തകർത്ത് കളയാൻ ശത്രു വെല്ലുവിളിക്കുമ്പോൾ, ആ ശത്രുവിനോട് പറ, എൻ്റെ അകത്തൊരു ആത്മശക്തിയുണ്ട്, ഞാൻ എൻ്റെ ദൈവാത്മാവിന്റെ ശക്തിയാൽ ശത്രുവിന്റെ പദ്ധതികളെ ക്യാൻസൽ ചെയ്യുന്നു. ഈ തോട്ടം നനക്കാൻ ഒരു നദിയുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനങ്ങൾ 46:4 പറയുന്ന ഒരു നദിയുണ്ട്. അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുടുങ്ങിപ്പോകയില്ല. ദൈവം അധികാരത്ത് തന്നെ അതിനെ സഹായിക്കും. ഇന്ന് പാലക്കാട് ദൈവാത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ നദിയുള്ള ഭവനങ്ങൾ അത് കുലുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ തോട്ടത്തിന്റെ അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമല്ല, 4 ഭാഗത്തേക്കും ഒഴുകുന്ന ഒരു നദി എന്ന പോലെ ഒരു പരിശുദ്ധാത്മ ഒരു നദിയുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയാമോ? ആ തോട്ടം കുലുങ്ങിപ്പോകത്തില്ല. ഈ ലോകത്തിൽ എന്ത് റിസർക്ഷൻ വന്നാലും, ഫൈനാൻഷ്യൽ സ്ട്രഗിൾ വന്നാലും, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ കുലുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്നും തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദി ഒഴുകാൻ പോകുക. ഞാനിത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയൊരു ഇമ്പാർട്ടേഷൻ നിങ്ങൾ ഏറ്റെടുത്തോ. ഒരു ഉണർവിന്റെ ഇമ്പാർട്ടേഷൻ, ഒരു അഭിഷേകത്തിന്റെ ഇമ്പാർട്ടേഷൻ ഇന്ന് പാലക്കാട് നിങ്ങൾ ഏറ്റെടുത്തോ. നിങ്ങളുടെ ജീവിതം തകർത്തു കളയുവാൻ ശത്രുവിട്ട പദ്ധതികൾ മാറിയിട്ട് നിങ്ങളുടെ തോട്ടം ഫലപുഷ്ടിയുള്ളതായി മാറാൻ പോകുക. 65:9 പറഞ്ഞു, നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്ത പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. ഇന്ന് പകൽക്കാലം സമൃദ്ധിയിലോട്ട് ജനം മാറാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നു? ദിവസത്തിലെ അനുഗ്രഹത്തിലോട്ട് ജനം മാറാൻ പോകുക. ഇന്നത്തെ എല്ലാ ക്രൈസിസുകളും നിങ്ങളെ വിട്ടുമാറും. ഈ നദിയുണ്ടല്ലോ, ഈ നദി നിമിത്തം ഈ നദി നിറഞ്ഞ് ചിലതിലേക്ക് ഒഴുകി വരാൻ പോകുന്നു. ഏദൻ തോട്ടത്തിൽ ആദമിനോട് ദൈവം പറഞ്ഞു, മോനെ, ഈ തോട്ടം നീ കാക്കണം കേട്ടോ. പാമ്പ് കയറരുത്, ശത്രു കയറരുത്, പൈശാചിക മണ്ഡലം കയറരുത്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതം ഈ ദിവസങ്ങളിൽ ദൈവം പിശാച് കയറിയ ചില കുടുംബങ്ങളെ ദൈവം റീസ്റ്റോർ ചെയ്യാൻ പോകുകയാണ്. ദൈവാത്മാ സംസാരിച്ച് ഈ ദിവസങ്ങൾ അടുത്ത നിലവാരത്തിലോട്ട് ഞാനും കയറാൻ പോകുക. നിങ്ങളോടൊപ്പം നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിൽ ദൈവിക നന്മകളെ കൈവശമാക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വാക്ക് പ്രാർത്ഥിച്ച് സ്തോത്രം ഞാൻ ക്ലോസ് ചെയ്യാം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ജനത്തെ തന്നു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം ഈ ജനത്തിന് വേണ്ടി വെളിപ്പെടുത്തും.